Hi guys, I'm back with another video. അച്ഛന്മാരെ എല്ലാവരും എന്നാ പറയുന്നു, എങ്ങനെ പോണ് ഓണമൊക്കെ? അപ്പം നമുക്ക് ചെറിയൊരു ഡിലേ വന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം നമ്മൾ സാധാരണ ശനിയാഴ്ചയാണല്ലോ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രശ്നം വന്ന്, അതായത് നമുക്ക് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇന്ന് ഇടാഞ്ഞത്. അപ്പം നിങ്ങൾ ഉത്രാടത്തിന് നന്നായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പം എൻ്റെ മച്ചന്മാർക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ഞാൻ നേരുന്നു. അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല, കൊറോണയൊക്കെ പിടിച്ച് ആകെ എല്ലാവരും അലമ്പായിരിക്കണം. എന്നാലും ഒരു സൂപ്പർ ഓണം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത പോലെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചാണ്, ബ്രോ എങ്ങനെയാണ് LED ഹെഡ്ലൈറ്റിൽ നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വേറൊരു സ്പെഷ്യാലിറ്റി ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്ന 3 കമന്റുകൾ, എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയ 3 കമന്റുകൾ ഞാൻ ലാസ്റ്റ് ഷൗട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ കമന്റുകൾ ചിലപ്പോൾ നിങ്ങളുടേതാവാം. ഇതൊട്ട് നമ്മുടെ വീഡിയോയുടെ എല്ലാം താഴെ നിങ്ങൾ കമന്റ് ചെയ്യും. കമന്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ എന്നെ ഷൗട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫിറ്റിങ്ങിന് മുന്നേ ഈ സാധനം ഒന്ന് പരിചയപ്പെടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എന്ന് പറയുന്നത്. LED ലൈറ്റ് ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഒരുത്തം പുറത്തിരിപ്പുണ്ട്, അവൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ഈ ലൈറ്റ് പർച്ചേസ് ചെയ്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയാണ്, അതായത് റാസ് ഓട്ടോമൊബൈൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ് ആ കടയുടെ പേര്. റാഷിദ് എന്നാണ് അവിടുത്തെ ഇക്കയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ കടയിൽ നിന്നാണ് ഞാൻ ഈ ലൈറ്റ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഒരു 450 രൂപയ്ക്കാണ് എനിക്ക് ലൈറ്റ് തന്നത്. അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ഹോണുകൾ, ലൈറ്റുകളിനെ കുറിച്ച് ഞാനിനി പുള്ളിയുടെ കടയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പറയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ LED ബൾബ്, ഓട്ടോ LED ബൾബ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ സംഭവം ഒരു വേറെ ലെവൽ സാധനമാണ് കേട്ടോ. താഴെ ഒരു ചെറിയൊരു ഫാനൊക്കെ ഉണ്ട്, അത് ഹീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഹീറ്റൊക്കെ വലിച്ചു കളയാൻ വേണ്ടി ഒരു ചെറിയ ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. 2 എണ്ണമാണ് ഈ ബോക്സിൽ വരുന്നത്. അപ്പം ഇതൊരു സിംഗിൾ പീസാണ് ഞാൻ മേടിച്ചത്. ഇതാണ് നമ്മുടെ ബൾബ്, ബോക്സർ കിടക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ കാണാൻ ഇവിടെ ഒരു ചെറിയൊരു മിനി ഫാനുണ്ട്. അപ്പം ഇത് നമ്മുടെ ബൾബ് ഹീറ്റ് ആവാൻ നേരം ഹീറ്റ് വലിച്ചു കളയാനുള്ളതാണ്. അത് ഹീറ്റ് സിങ്ക് ആണ് മേളിൽ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കണക്ടർ. ഇത് ഒരു 3 പിൻ കണക്ടറാണ്. നമ്മുടെ സാധാ ഹെഡ്ലൈറ്റ് ആ ഒരു യൂണിറ്റിൻ്റെ ആ ഒരു പ്ലഗിലേക്ക് നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ്. അപ്പം സംഭവം ഒരു രക്ഷയില്ലാത്ത ബൾബ് തന്നെ കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയിലാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ പക്കയാണ് നമ്മുടെ ബൾബിൻ്റെ. അപ്പോൾ ഞാനൊരു 2-way സ്വിച്ച് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ ഡയറക്റ്റ് സെക്ഷനിലല്ല കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഓൺ ഓഫ് സ്വിച്ച്, അതായത് നമ്മുടെ 2-way സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പം ബ്രൈറ്റ് കൊടുക്കാനുള്ള സൈഡിലാണ്. ഒറ്റ വരെയുള്ള സൈഡ് നമ്മൾ ഡിമ്മ് കൊടുക്കാം. അപ്പോൾ അതിലാണ് നമ്മൾ വയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് കയറി വന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് വീഡിയോ ഇടയ്ക്ക് കയറി വന്നത്. നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന LED ബൾബ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഹാലോജൻ ബൾബ് കൊടുക്കുന്ന ആ ഒരു സ്ലോട്ടിൽ കൊടുക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LED ബൾബ് പെട്ടെന്ന് തന്നെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേ ബൾബ് എന്ന് പറയുന്നത് ഹാലോജൻ ആയതുകൊണ്ട് തന്നെ ഫിലമെൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം വണ്ടിയുടെ കൈ റേസ് ചെയ്യുന്നു അത്രത്തോളം ചാർജ് ആയിരിക്കും നമ്മുടെ ആ ഒരു റെക്ടിഫയർ യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഹെഡ് ബൾബിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ലോട്ടിൽ നമ്മൾ LED ബൾബ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ 500 രൂപ കൊടുത്തത് വെള്ളത്തിലായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഞാൻ നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഇപ്പം ഞാൻ LED സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാം, അതൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. സ്കിപ്പായി പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഗുണവുമില്ല വീഡിയോ കൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കഴിവതും. അപ്പം നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഈ 2-way സ്വിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇതൊരു 3 പിന്നാണ് വരുന്നത്, നടുക്കൊരെണ്ണം, സൈഡ് 2 എണ്ണം. അപ്പോൾ ഈ നടുക്കത്തെ പിന്നിലോട്ടാണ് നമ്മുടെ ബാറ്ററി എന്നുള്ളത് ഡയറക്റ്റ് ലൈൻ കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ സൈഡിലെ 2 പിന്ന് കാണാം. ആ 2 പിന്നിലേക്ക് നമ്മുടെ ബൾബിൻ്റെ അകത്ത് വരുന്ന ഡിമ്മും ബ്രൈറ്റിൻ്റെയും പോസിറ്റീവ് ലൈൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബൾബിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ഏതെങ്കിലും ബൈക്കിൽ ഏതെങ്കിലും ഗ്രീൻ ലൈനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഈ 2 പോയിന്റിലേക്ക്, ഈ 3 പോയിന്റിലേക്ക് നമുക്ക് കുറച്ച് വയർ സോൾഡർ ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോപ്പർ വയർ തന്നെ എടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാർജ് വലിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വയർ യൂസ് ചെയ്തില്ലെങ്കിൽ അത് വയർ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കോപ്പർ വയർ തന്നെ യൂസ് ചെയ്ത് അതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വയറിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വയറിങ് കമൻറ്റ് ഇത് വരാൻ ചാൻസ് ഇല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രയ്ക്ക് പക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ കാര്യങ്ങളൊക്കെ ഒന്ന് പക്കായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാനിവിടെ പർപ്പിൾ ലൈൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റും, ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിമ്മുമാണ്. നടുക്കത്ത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ലൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ കളർ കോഡ് ഉണ്ടെങ്കിൽ കളർ കോഡ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. നമുക്ക് ഈ വണ്ടിയുടെ ഹെഡ് ഒന്ന് അഴിച്ചു മാറ്റാം. ഇതേപോലെ ഞാൻ ഹെഡ് അയച്ചെടുത്തിട്ടുണ്ട്.
അടുത്തായിട്ട് ആ ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഊരിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബാക്കിൽ നമ്മുടെ പഴയ ഹാലോജൻ ബൾബിൻ്റെ ആ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ആ ക്ലിപ്പ് ഒന്ന് ഇതേപോലെ ഊരി മാറ്റിയ ശേഷം അതിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ലൈറ്റും ഉണ്ട്, അതുകൂടെ ഒന്ന് ഊരി മാറ്റാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ക്ലിപ്പ് കൂടെ നമ്മുടെ ആ ഒരു പഴയ ലൈറ്റിംഗ് വയറിൻ്റെ അകത്ത് ഒന്ന് ഊരിയെടുത്തേക്കാം. അതായത് നമ്മളിപ്പോൾ ഇതിലല്ല കൊടുക്കുന്നത്, ഈ ഒരു യൂണിറ്റിലല്ല കൊടുക്കുന്നത്, നമ്മളിപ്പം ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇതാണ് ആ ക്ലിപ്പ്. ഈ ക്ലിപ്പാണ് നമ്മൾ LED കണക്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ആ പഴയ ഹാലോജൻ ബൾബ് ഒന്ന് ഊരി മാറ്റാം. അതിനായിട്ട് ഇതേപോലെ ആ ബാക്കിലെ റബ്ബർ ബുഷ് ഊരി മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലിപ്പ് മേലോട്ട് ഊരി വരും. അതിനുശേഷം നമുക്ക് ആ ബൾബ് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പം ബൾബ് മാറ്റി വെച്ചേക്കുക, കളയരുത്. നമ്മുടെ LED എന്തെങ്കിലും കംപ്ലയിൻറ്റ് നമുക്ക് ഇടേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ LED ഒന്ന് സെറ്റ് ചെയ്യുക. അതിനായിട്ട് ആദ്യം ആ കറുപ്പ് സാധനം നമ്മുടെ ബൾബിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം കറക്റ്റ് ആ ലോക്കിൽ ഇതേപോലെ ഒന്ന് ഇടുക. ശ്രദ്ധിക്കുക, ലോക്ക് കറക്റ്റായിട്ട് തന്നെ ഇടുക. കറക്റ്റായിട്ട് തന്നെ ലോക്കിലിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ ആദ്യം നമുക്ക് ടൈറ്റ് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് താഴത്തേക്ക് അധികം ഇറങ്ങി വരില്ല. അതിനായിട്ട് ഞാൻ ചെറിയൊരു പരിപാടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ സോൾഡറിങ് ഗൺ കൊണ്ട് ആ ക്ലിപ്പിൻ്റെ അവിടെ തന്നെ ആ ക്ലിപ്പിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേപോലെ വരത്തില്ല. അപ്പോൾ ആ ക്ലിപ്പിൻ്റെ തൊട്ട് പറ്റാൻ ആ സോൾഡറിങ് ഗൺ കൊണ്ട് നമ്മൾ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് കുറച്ചുകൂടെ താഴത്തേക്ക് അമുങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് അമുക്കി വെക്കാം. അതുപോലെ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇട്ടിരുന്നോളും. ഒരു കാരണവശാലും ലൂസായി പോരുത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓടുമ്പോൾ ബൾബ് കിടന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ആ ബൾബ് ഇതേപോലെ ഒന്ന് കയറ്റി പ്രസ് ചെയ്താൽ മതി. ആ ബൾബിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും കറക്റ്റായിട്ട് അല്ലെങ്കിൽ വരത്തില്ല. ഇതിപ്പോൾ നമ്മൾ വെക്കേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ടും മേലോട്ടും അല്ല, ലെഫ്റ്റും റൈറ്റും നിൽക്കണം. അതായത് ആ LED ബൾബ്സ് രണ്ടും ലെഫ്റ്റും റൈറ്റും നിന്നാൽ മാത്രമേ നമുക്ക് ഡിമ്മും ബ്രൈറ്റും വരത്തുള്ളൂ. അടുത്തായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഈ ഒരു പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫാൻ പുറത്തേക്ക് നിൽക്കണം, അതിനാണ് ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ആ ക്ലിപ്പൊന്ന് ഇതിലേക്കൊന്ന് കയറ്റിയിടാം. ശ്രദ്ധിക്കുക, റബ്ബർ ക്യാപ്പ് ഇടാൻ മറക്കരുത്. കാരണം ഞാൻ പൊടി പിന്നെ ബൾബിൻ്റെ അകത്തോട്ട് കയറാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റബ്ബർ ക്യാപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് സീൽഡ് ആക്കി വെക്കുക. അപ്പോൾ ഞാൻ പക്കായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് കാണാം, ഒരു തരി ഗ്യാപ്പ് പോലും വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റ്സ് യൂണിറ്റിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്കിതൊന്ന് നമ്മുടെ കണക്ടറിലൊന്ന് കണക്ട് ചെയ്തിട്ടേക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വയറിങ്ങിലേക്ക് കിടക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ വൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ഡിമ്മും നമ്മുടെ ബ്ലൂ എന്ന് പറയുന്നത് ബ്രൈറ്റുമാണ്, പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞത് ന്യൂട്രലുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് ഞാനൊരു സ്വിച്ച് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് നമ്മുടെ നേരത്തെ സ്വിച്ച്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് കാണിച്ചിട്ടില്ല, വെറുതെ ഷോ പഠിപ്പിക്കണം എന്നോർത്ത്. അപ്പോൾ എന്തായാലും അത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ബൾബിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ബൾബ് എപ്പോഴും നമ്മൾ ലെഫ്റ്റും റൈറ്റും, അതായത് മേളിൽ നിങ്ങൾക്ക് കാണാം LED ബൾബിൽ ഒരു വൈറ്റ് കളർ കാണാം. ആ വൈറ്റ് കളർ എപ്പോഴും ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന രീതിയിൽ വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ മേളിലും താഴെയും വെച്ച് കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു പൊസിഷന് വേണം നമ്മുടെ ആ LED ബൾബ് നിൽക്കാൻ. അടുത്ത നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ പഴയ ഹാലോജൻ ബൾബ് നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ആ ന്യൂട്രൽ ലൈനോടെ കിടപ്പുണ്ട്. ആ ന്യൂട്രൽ ലൈനിലേക്ക് തന്നെ നമ്മുടെ ആ ഗ്രീൻ വയർ ഒന്ന് കണക്ട് ചെയ്തിട്ടേക്കുക. ഗ്രീൻ വയർ കുഴപ്പമില്ല, ന്യൂട്രൽ ആയതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല. അടുത്തായിട്ട് ഈ 2 ലൈനുകളാണ് നമ്മൾ സ്വിച്ചിൻ്റെ അകത്ത് നിന്ന് എടുത്തിരിക്കുന്ന ലൈനുകൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ ആ ഒരു പർപ്പിൾ ലൈൻ അത് നമ്മുടെ ബ്രൈറ്റ് ആണ്, നമ്മുടെ ബ്ലൂവിലേക്ക് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ റെഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ പാസ് ലൈറ്റിൻ്റെ ആണ്. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ആ ഒരു ലൈൻ നമ്മുടെ ഇതിലേക്ക് ബ്ലൂവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മുടെ ആ ഓറഞ്ച് ലൈൻ, അതായത് ഡിം എന്ന് പറയുന്ന ലൈൻ്റെ ആണ്. അപ്പം അത് നമ്മുടെ വൈറ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ വയറിങ് ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ഊരിപ്പോകരുത്. ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തം രണ്ടാമത് അഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഇനി നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ലൈൻ കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ആ റെഡ് വയർ നമ്മൾ ഇതേപോലെ പറഞ്ഞായിരുന്നു, നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വിച്ചിലേക്ക് നമുക്ക് 2 പോയിൻ്റാണ് വരുന്നത്. അതിൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. ഞാനിപ്പോൾ തൊടുന്ന പോയിൻ്റാണ് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പോയിൻ്റ്. ആ പോയിന്റിലേക്ക് നമുക്ക് നമ്മുടെ ബൾബിൻ്റെ പോസിറ്റീവ് ലൈൻ, അതായത് നമ്മുടെ സ്വിച്ചിൻ്റെ അകത്ത് നടുക്കുന്നെടുത്ത ലൈൻ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുക. ഇതൊരു കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വയറിങ്. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ പകലായതുകൊണ്ട് നിങ്ങൾക്ക് വെട്ടം കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് നൈറ്റ് വ്യൂ കൂടെ ഒന്ന് നോക്കിയേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്. അപ്പം ആരും മറക്കരുത് നമ്മുടെ റാസ് ഓട്ടോമൊബൈൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കാര്യം. അവരുടെ നമ്പർ താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിന്നൂടെ ചെയ്തിട്ടേക്കാം. ഇന്നത്തെ ഷൗട്ട് വന്നിരിക്കുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം നിങ്ങളുടെ കമൻറ്റും ഇതേപോലെ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നൈസായിട്ട് ഫോളോ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിൻ സൈനിങ്